അത്രമേ കിട്ടിയുള്ളൂ അല്ലേ? വേണോ? ഇന്നാ പിടിച്ചോ. കൂട്ടിനകത്തായാലും എന്താ പ്രശ്നം? എനിക്ക് ചിപ്സ് കിട്ടിയല്ലോ. ഐഡിയ. എല്ലാരും കേട്ടോ, എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. ഈ മൃഗങ്ങളെ കൂട്ടിലാക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കാണിച്ചാ മതി. ടി വി തുറന്നാൽ കോമഡിയാണ്, ജീവിതമെന്നും വളരെ ട്രാജഡിയാണ്. എന്റെ കൂട്ടുകാരന്റെ സൂ അടയ്ക്കും. അതിനു മുമ്പ് നീ എന്നെ അവിടെ എത്തിക്കണേ. അടികൈ കണ്ണ സാറേ, കവിത പറയാൻ വേണ്ടിട്ട് വേറൊരാളിനെയും കൂടി കൂട്ടിക്കൂടെ? എനിക്കെന്തിനാ വേറൊരാള്? ഞാൻ തനിച്ചു പറഞ്ഞോളാം കവിത. ഞങ്ങള് മൃഗങ്ങളാണ്, പിന്നെന്തിനാ ഞങ്ങളും മൃഗങ്ങളെ കാണാൻ വേണ്ടി വരുന്നത്? എടാ ഹണി, ഞാൻ പറയുന്ന കവിതകൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ തൊടും. സത്യമായിട്ടും ഞാൻ പറയുന്ന കവിതകൾ ഇവർ കേൾക്കും, നീ കേൾക്കണ്ട. വണ്ടി വേഗത്തിൽ വിടറാ. സൂക്ഷിച്ച് എത്ര വേഗത്തിൽ പോടക്കെത്തി ആകാശത്തൂടെ പോടാ. ഹണി ഹണി സൂക്ഷിച്ച്. നല്ല കുട്ടികൾ എപ്പോഴും തലമുടി ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കൊതുക് കടിച്ചാൽ ഉണ്ടാകും മലേറിയ. ഇന്നത്തെ എന്റെ പ്ലാൻ തവിട് പൊടിയാ. അടികൈ. അല്ല, ഇത്രയും വലിയ സൂ ഉണ്ടാക്കിയിട്ട് എല്ലാ മൃഗങ്ങളെയും തനിച്ച് തനിച്ച് പാർപ്പിച്ചിരിക്കുക. അല്ല, അതെന്താണത്? എന്തായാലും എന്താണെന്ന് പോയി നോക്കാം. അല്ല, ആരാ ഇത്? അടിപൊളി, എന്റെ അളിയനാണെന്ന് തോന്നുന്നു. ഇവൻ ഇരുന്നോണ്ട് പറക്കാൻ നോക്കുകയാണല്ലോ. സംശയമുണ്ടോ? എങ്ങനെ നോക്കിയാലും എന്നെ പോലെ തന്നെയുണ്ട്. യോ, നീ എങ്ങനെ ഇവിടെ എത്തിയത്? നീ എങ്ങനെയാ ഇവിടെ എത്തിയേ? എന്നെ കോപ്പി അടിക്കാനോടാ നീ? എന്നാ നീ ഇതൊന്ന് കാണിക്കും. ഞാൻ തത്തമ്മയാണ്, കഴുതയല്ല. അയ്യോ, മോളെ കാണുന്നത്. ചമ്മച്ചി, ആരെങ്കിലും ഇത്തിരി വെള്ളം തായോ? എത്ര ധൈര്യമുണ്ടായിട്ടാടാ നീ എന്റെ വെള്ളം കുടിക്കാൻ വന്നേ? ഈ ആന ഒരു വൃത്തികെട്ട ആന തന്നെയാ. സംശയമുണ്ടോ? ഒരു കാര്യം അറിയോ? കാണാൻ എന്നെ പോലെ തന്നെയുള്ളൊരു തത്തമ്മ ഇവിടെ ഉണ്ട്. ഇനി നീ വഴക്കടിക്കാൻ വന്ന ഞാൻ നിന്നോട് ഇങ്ങനെ പറയും, നിന്നെ പോലെ കുറെ പേരെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. കന്നാ സാറേ, അങ്ങയുടെ കൂട്ടുകാരനെ ഇതുവരെ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. എടാ 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 എടാ, അന്നാ ചക്കരേ, എത്ര ദൂരത്ത് നിന്നാ നീ വന്നിരിക്കുന്നത്? എന്തെങ്കിലും കഴിക്കുന്നോ? ഇവിടെ ഒന്നും കഴിക്കാൻ കിട്ടില്ല എന്ന് നിങ്ങളെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. ചാർജറിന്റെ പിന്നിനേക്കാളും മെലിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ. മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അല്പ ആഹാരം നിങ്ങൾ കഴിക്കുന്നത് നല്ലതാ. എടാ മിണ്ടാതിരിക്കടാ ബണ്ണി, അല്ലെങ്കിൽ ഞാൻ എന്റെ കന്നക്കുട്ട, ഞാനിതാ പോവുകയാണ്. അല്ല, ബന്നി പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെന്നാ തോന്നുന്നത്. സൂ വേണ്ടെന്ന് പറഞ്ഞ് പോവുകയാണ്. എന്റെ സോർദാർ കുട്ട, എനിക്കൊരു അത്യാവശ്യ പണിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ്. അതിനാലാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അതുകൊണ്ട് ഈ ഒരു ദിവസം ഈ സൂ നിങ്ങൾ നോക്കണം. അങ്ങയുടെ ഈ മുടി അങ്ങ് പറയുന്നത് കേൾക്കുന്നില്ല, അതുകൊണ്ട് ഹെയർ ബാൻഡ് ഞാൻ കൂട്ടിക്കെട്ടി. ഇനി പോയിക്കോളൂ. പ്ലീസ് വെയിറ്റ്. നിൽക്കാം, പറഞ്ഞോളോ. ഞാൻ പറഞ്ഞത് ആ വെയിറ്റ് അല്ല, വെയിറ്റ്. ചേട്ടന്റെ വെയിറ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പോകുന്നു. ഞാൻ എന്തായാലും വിശ്രമിക്കാൻ പോവാ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ എന്ന് വിളിക്കണേ. നോക്കടാ ജിറാഫ്. എനിക്ക് വിശക്കുന്നു. വൗ, ആഹാരം. ഇത് പൂട്ടിയിരിക്കുകയാണല്ലോ. എന്തായാലും താക്കോലെടുത്തോണ്ട് വരാം. അല്ല, താക്കോലിതാ ഇവിടെ ഇരിക്കുകയാണല്ലോ. എന്താടാ ഇത്? എന്റെ ആഹാരം നീ എന്തിനാ എടുത്ത് കഴിക്കുന്നേ? മര്യാദയ്ക്ക് അവിടെ വെക്ക്. ഒരു മിനിറ്റ്. ഇനി എന്തായാലും കഴിക്കാമല്ലോ, കാരണം ഓരോന്നിലും ഇപ്പൊ എന്റെ പേര് എഴുതിയിരിക്കുകയാണല്ലോ. ഈ നാട്ടുകാർ എന്നെയാ കഴുതയെന്ന് വിളിക്കുന്നത്, മനസ്സിലായോ? താക്കോല് സ്വതന്ത്രനാക്കിയതിൽ ഒരുപാട് നന്ദിയുണ്ട്.
എടാ നീ കുതിരയൊന്നും അല്ലല്ലോ. രക്ഷപ്പെടാൻ പഴുത് കിട്ടിയിരിക്കാണ്. ഇനി ഞാൻ കുതിരയെ പോലെ ഓടും. എന്തുവാണ് ഇത്? എടാ കുതിരയായി കഴിഞ്ഞില്ലേ, ഇനി എഫക്റ്റ് ഒക്കെ കൊടുക്കണം. രക്ഷപ്പെട്ടോ? എന്റെ പൊണ്ണു ചേട്ടാ, പോകാതെ എന്തിനാ ഇവിടെ തന്നെ ഇങ്ങനെ നിക്കുന്നേ? പപ്പട പപ്പട എടാ പറഞ്ഞ പോലെ കാര്യങ്ങൾ മനസ്സിലായ പിന്നെ ഞാൻ കഴുതയായിരിക്കില്ലല്ലോ. അതൊക്കെ ശരി തന്നെയാ. ഓടിക്കോ, 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 വേഗം ഓടിക്കോ. വേഗം വേഗം ഓടിക്കോ. ഉയരം കൂടുന്നത് ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ, അല്ലെങ്കിൽ ഇതിനും രക്ഷപ്പെടാമായിരുന്നു. എടാ സിംഹച്ചാരെ, എന്റെ അടുത്ത് വേണ്ട നിന്റെ അഹങ്കാരം. കളി എന്നെ പഠിപ്പിക്കാൻ വന്നാൽ കളി എന്താണെന്ന് നിന്നെ ഞാൻ അങ്ങോട്ട് പഠിപ്പിക്കും. എന്താണ് നീ എന്നോട് പറഞ്ഞത്? എന്റെ സിംഹച്ചേട്ടാ, എനിക്ക് മാപ്പ് തരണം. അങ്ങയുടെ കാല് എവിടെയാ? ഓടിക്കോ, ഇല്ലെങ്കിൽ നമ്മുടെ പണി തീരും. വേഗം. എന്നെ മുളക് തീറ്റിക്കും അല്ലടാ. അയ്യോ ഇല്ലേ, അയ്യോ ഇവ കൂടുപൊട്ടത്തേക്കാ പുറത്തിയാടിയത്. ഐഡിയ. ഇവൻ എങ്ങോട്ട് വലിഞ്ഞൊന്നും ഒരു പിടിയുമില്ലല്ലോ. എന്നെ അമ്മാവൻ അനുഗ്രഹിക്കണം. എടാ ഹണി, നീ ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നോ? അതെ. കന്നാസാറ് വരുന്നതിന് മുൻപ് എല്ലാ മൃഗങ്ങളെയും അവറ്റകളുടെ കൂട്ടിനകത്ത് ആക്കണം. ഒരുപക്ഷെ മൃഗങ്ങളൊക്കെ ഗേറ്റ് വഴി പുറത്തേക്ക് എങ്ങാനും ചാടി പോവുകയാണെങ്കിൽ ഇതിനൊക്കെ നീ തന്നെയാണ് കാരണം. ആ സമയത്ത് എന്റെ വാ അടപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയി, അറിയാതെ പറ്റിപ്പോയതാ. ഓടിക്കോ, വേഗം. ഇനി ഇവിടെ മുഴുവനും ഞങ്ങൾ വെനസി അങ്ങ് നടക്കും. മോനെ, ഹൊറർ മൂവി കണ്ട് പേടിക്കാനൊന്നും പാടില്ല കേട്ടോ. നിന്റെ അച്ഛൻ ഞാൻ സിംഹമാണ്. അതെയോ, നീ സിംഹമാണോടാ? സിംഹം വന്നേ. അച്ഛൻ എന്തിനാ മുത്തശ്ശനെ കണ്ടിങ്ങനെ വെറുതെ പേടിക്കുന്നത്? ഒരു സാധനം കൂടി ശരിക്കും വെക്കാൻ അറിയില്ലേ ബുദ്ധിയില്ലാത്ത പോത്തെ. പോത്തുങ്ങൾക്ക് ബുദ്ധിയില്ലെന്ന് എന്നോട് ആരാടാ പറഞ്ഞത്? പോത്തെ ആനക്കൊക്കെ ചീത്ത പറയാനായിട്ട് ഞങ്ങളെ മാത്രമേ കിട്ടിയുള്ളൂ അല്ലേ? വേണോ? ഇന്നാ പിടിച്ചോ. കൂട്ടിനകത്തായാലും എന്താ പ്രശ്നം? എനിക്ക് ചിപ്സ് കിട്ടിയല്ലോ. ഐഡിയ. എല്ലാരും കേട്ടോ, എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. ഈ മൃഗങ്ങളെ കൂട്ടിലാക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കാണിച്ചാ മതി. എന്റെ പൊന്നിയേട്ടാ നോക്കേ, വിശക്കുന്നുണ്ടെങ്കിലേ പെട്ടെന്ന് എന്റെ പുറകെ വാ. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കേ. എന്റെ കൈ കിട്ടൂടാ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. ചേട്ടാ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി ഞാൻ സൂമില് ഒരു കുസൃതിയും കാണിക്കില്ല. എടാ, എല്ലാ മൃഗങ്ങളെയും കൂട്ടിനകത്താക്കി. പക്ഷെ സിംഹത്തിന്റെ കാര്യം എന്ത് ചെയ്യാനാ? എന്റെ പക്കൽ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് കണ്ണാ സാറിനെ വിളിക്കാം. അദ്ദേഹം ഇവിടെ നിന്ന് കവിത പറയുകയാണെങ്കിൽ കവിത കേൾക്കാൻ വയ്യാതെ തന്നെ അത് കൂട്ടിക്കേറിക്കോളും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എല്ലാരും കേട്ടോ, എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. അടിപൊളി വണ്ണി. നമ്മൾ രണ്ടുപേരെ കൊണ്ട് മാത്രമേ ഇങ്ങനത്തെ പ്ലാൻസ് ഒക്കെ ആലോചിക്കാൻ കഴിയൂ.
എടാ സിംഹക്കുട്ട, എന്തിനാ അവനെ പേടിപ്പെടുത്തുന്നത്? നീ സിംഹമാണെങ്കിലേ ഈ പൂച്ചയോടൊന്ന് മത്സരിക്ക്. വാ, നമുക്ക് റേസ് നടത്താം. വാ കുട്ട. 3, 1. എന്നെ എന്തിനാണ് നോക്കുന്നേ? മുന്നോട്ട് നോക്ക്. ഞാൻ നിന്നെ നോക്കൂ, നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഇല്ല. നിന്റെ അടുത്ത് മുന്നോട്ട് നോക്കാനായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞതാ. എന്താ ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ? എടാ എന്റെ ചക്കര കുടങ്ങളെ, എന്തായാലും എന്റെ സൂ നിങ്ങൾ വളരെ നന്നായി നോക്കിയിരിക്കുകയാണ്. കപ്പലിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് കപ്പലണ്ടിയാണ്. സൂ നോക്കുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അടികൈ. എടാ ചക്കരെ, ഞാൻ 1 മാസത്തേക്ക് വീണ്ടും പുറത്തേക്ക് പോവുകയാണ്. എന്റെ ഈ സൂ നിങ്ങൾ തന്നെ നോക്കി നടത്തണം. ഇല്ല.